പക്ഷേ ശ്രീ ശ്രീജിത് പണിക്കർ അങ്ങനെ പറ്റുമോ? അത് ഫിലിം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ ജോയ് മാത്തിയാണ് പറഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, താരങ്ങളെ നിങ്ങൾക്കാണല്ലോ ആവശ്യം, നിർമ്മാതാക്കൾക്കാണല്ലോ ആവശ്യം, നിങ്ങൾ വിളിക്കേണ്ട. അങ്ങനെ നിർമ്മാതാക്കൾ ഈ താരങ്ങളെ ഒന്നും വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഈ ഫിലിം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുമെന്നാണോ? അപ്പോൾ ഈ അമ്മയുടെ നിലപാട് ഇതായിരിക്കുകയുമില്ലല്ലോ, ഈ ഒരു നിലപാടുമായിരിക്കില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത് പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് സിനിമ എന്നത് ഒരു ഷോ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ ശമ്പളമല്ല ഉള്ളത്, അവിടെ പ്രതിഫലമാണ്. സാലറി അല്ല, പകരം അവിടെ കിട്ടുന്നത് റെമ്യൂണറേഷനാണ്. അപ്പോൾ ആ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ആ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും സ്വയം തീരുമാനിക്കുന്നതാണ്. അവർ തീരുമാനിച്ചിട്ടാണ്, ഇപ്പോൾ ഒരു ഡയറക്ടർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, അവരാണ് അവരുടെ പ്രതിഫലം തീരുമാനിക്കുന്നത്. ആ പ്രതിഫലം പ്രൊഡ്യൂസർ കൊടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ അവർ ആ പ്രോജക്റ്റുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യുക. അതിന് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാരണവുമുണ്ട്. അത് രണ്ട് ഇൻഡസ്ട്രികളിൽ മാത്രമേ ആ രീതിയിലത്തേക്ക് പ്രവർത്തിക്കത്തുള്ളൂ. അതൊന്ന് സിനിമയാണ്, മറ്റൊന്ന് സ്പോർട്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കായിക താരമെന്നും സിനിമാ താരമെന്നും ഇവരൊക്കെ തന്നെ നക്ഷത്രങ്ങളായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഇപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അതിന് കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്, ആ പടത്തിന് കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട്, ആ പടത്തിന് കൂടുതൽ ആൾക്കാർ പിന്നീട് ടിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു വൈഡ് വിസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരാളിനെയോ അല്ലെങ്കിൽ മറ്റൊരു രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ ഉള്ള ഒരു നടനെയോ വിളിച്ച് ആ റോൾ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള ഒരു ശ്രദ്ധ കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സിനിമ പ്രിഡോമിനന്റ്ലി അതിൽ സംവിധായകനുണ്ട്, എഴുത്തുകാരനുണ്ട്, എല്ലാവരും ഉണ്ട്, എങ്കിലും താരങ്ങളെ ചുറ്റപ്പറ്റി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾക്ക് അവരുടേതായിട്ടുള്ള താരമൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ താരമൂല്യം ഉള്ളപ്പോൾ നിർമ്മാതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാനൊക്കെ ഒരു പ്രേക്ഷകനാണല്ലോ, അല്ലാതെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. അപ്പോൾ ഞാനൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോവുക ചെയ്യുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ എക്സിബിറ്റർ അവിടെ സിനിമ പ്രദർശിപ്പിക്കുക മാത്രമല്ല, അവിടെ കുറേ സാധനങ്ങൾ, ബെവറേജസ്, ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ തന്നെ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എക്സോർബിറ്റന്റ് റേറ്റ് ആണ് എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു, എൻ്റെ കയ്യിൽ അഡീഷണൽ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 100 രൂപ മാത്രമാണുള്ളത്. അപ്പോൾ ആ 100 രൂപയും കൊണ്ട് ഞാൻ ആ കൗണ്ടറിലേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നോക്കുന്നു. 30-40 രൂപയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഉഴുന്നുവട കിട്ടും, 150 രൂപയാണ് പോപ്കോണിന്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ 100 രൂപയുള്ളത്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ആ തിയേറ്ററിൽ വിൽക്കാനിരിക്കുന്ന ആളിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമോ, ചേട്ടാ എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ, അതുകൊണ്ട് ചേട്ടൻ ഈ പോപ്കോണിൻ്റെ റേറ്റ് ഒന്ന് കുറച്ചിട്ട് 100 രൂപയ്ക്ക് എനിക്ക് തരണം, അതല്ലെങ്കിൽ അതിൽ കുറച്ച് പോപ്കോൺ വാരിയിട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ലയോ? അല്ല. അവർക്ക് സെറ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ സ്മോള്, ലാർജ്, മീഡിയം എന്നൊക്കെ പറഞ്ഞ അളവുകളുണ്ട്. അതിന് സെറ്റായിട്ടുള്ള രീതിയുണ്ട്, അതിന് ബില്ലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്ക് എന്താ പറ്റുക? ഒന്നുകിൽ കഴിക്കാതിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 30 രൂപയുടെ വട വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം, വേണമെങ്കിൽ 3 എണ്ണം വരെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഇനി മറ്റൊരു കാര്യം വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. എനിക്ക് പരിചയമുള്ള എൻ്റെ അതേ അവസ്ഥയിലുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ കൂടെ വേണമെങ്കിൽ പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ 75 രൂപ, അവനും 75 രൂപ, 150 രൂപയ്ക്ക് ഞങ്ങളൊരു പോപ്കോൺ വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞാൽ അത് വർക്കബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ചിലപ്പോൾ എനിക്ക് ഇത്രയും പോപ്കോൺ വേണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? ഇതൊരു ജോയിന്റ് മോഡലാണ്. ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടൻ ഇൻഡിസ്പെൻസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ തന്നെ വേണം നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കേണ്ടി വരും. ഇനി അതല്ല എങ്കിൽ വ്യക്തിപരമായി ചിലപ്പോൾ നിങ്ങൾക്ക് നെഗോസിയേഷൻ നടത്താനായിട്ട് സാധിച്ചേക്കും. വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ സിനിമയുടെ ക്യാൻവാസ് എത്ര വലുതാണ് എന്നതിനെക്കുറിച്ചോ അവാർഡ് സാധ്യതകളെ പറ്റിയോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ തന്നെ ഡിമാൻഡിനനുസരിച്ച് പണം കൊടുക്കുക തന്നെ വേണം. ഞാൻ താങ്കളിലേക്ക് വരാം. പല്ലിശ്ശേരി അദ്ദേഹം സിനിമാ ലേഖൻ കൂടിയാണ്. താങ്കളിലേക്ക് വരാം. പല്ലിശ്ശേരിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ്. ശ്രീ പല്ലിശ്ശേരി, എന്താണ്